ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ കുറേ ആയി ഒരു വ്ളോഗ് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും മടി കാരണം എടുക്കാൻ പറ്റില്ല. കുറേ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും അത് ഫുള്ളാക്കാനും കഴിഞ്ഞില്ല. അപ്പോൾ നാളെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ വിചാരിച്ചു ഏതായാലും ഞങ്ങളെന്തായാലും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങളിപ്പോൾ 3 പേരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പം അത് വ്ളോഗായിട്ട് എടുക്കാറുള്ളത്. ഇപ്പം ഞാൻ അവർക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് മെസ്സൽ സ്ട്രീറ്റിൽ. അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് ഓക്കെ. ഇപ്പം സമയം ഏകദേശം 5:30 ആയിട്ടുണ്ട്. 5:15 എത്താമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ എല്ലായിടത്തും ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇനി ബാക്കി വ്ളോഗ് നമുക്ക് SM സ്ട്രീറ്റ് എത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ SM സ്ട്രീറ്റ് എത്തി നേരെ ഒരു ഫോൺ കവർ വാങ്ങിക്കാനാണ് കേട്ടോ ഫസ്റ്റ് തന്നെ പോയത്. കാരണം അവൾ ഈ ഒരു ടൈപ്പ് ഫോൺ കവർ കുറേ കാലമായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഫൈനലി ഞങ്ങൾക്ക് തന്നെ അത് കിട്ടി. അങ്ങനെ നെക്സ്റ്റ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കഷ്കയിലാണ് കേട്ടോ കയറിയത്. ഞങ്ങൾ പോയ ടൈമിൽ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് നേരം ഡ്രസ്സിന് വേണ്ടിയിട്ട് അലയേണ്ടി വന്നിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു ഡ്രസ്സ് ഞങ്ങൾ സെറ്റ് ചെയ്ത് അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഹാമ്പർ ബോക്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇവിടെ ഹാമ്പർ ബോക്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞ് ബോക്സ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് പിന്നെ കുറച്ച് കാർഡും മിഠായും ഒക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. അവിടെ നല്ല അഫോർഡബിൾ റേറ്റിന് തന്നെ നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ തിരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് മിഠായി എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. തായ്ച്ചു ക്യാൻഡിയാണ്. ഇതിൻ്റെ കോൺ ഫ്ലേവർ ഭയങ്കര ടേസ്റ്റാണ്. ഇതിന് ഫാൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ മിഠായും ബാക്കി ബോക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. ഈ ഒരു റെഡ് കളർ ഹാമ്പർ ബോക്സും പിന്നെ ഈ ഒരു കാർഡും ആയിരുന്നു കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ കഫേയിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇനി ബാക്കി വ്ളോഗ് ഞാൻ അവിടെ എത്തിച്ചെടുക്കാം. ഓക്കെ, ബൈ. അങ്ങനെ ഫൈനലി ഞങ്ങൾ കഫേയിൽ എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങൾ എത്തിയതിന് ശേഷം വൈഷ്ണുവിനോട് എത്തിയാൽ മതിയെന്നായിരുന്നു കേട്ടോ ഞങ്ങൾ പറഞ്ഞത്. കാരണം ഞങ്ങൾക്ക് അവിടെ കുറച്ച് കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫൈനലി ഹസ്തോ കഫേയിൽ എത്തിയിട്ടുണ്ട്. ഇനി വൈഷ്ണു വന്നതിന് ശേഷം നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് നമ്മുടെ കേക്ക്. ഇതാണ് ഞങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റ് നമുക്ക് അവൾ വന്നതിന് ശേഷം ഓപ്പൺ ചെയ്യാം. കൂടാതെ ഞങ്ങളൊരു ആൽഫ്രഡോ പാസ്തയും പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞ്. എന്നും എല്ലാവരും ഞാനാണ് പോസ്റ്റ് ആക്കല്. നമ്മളെ സെലിബ്രിറ്റി ഇതുവരെ എത്തിയിട്ടില്ല. ഞങ്ങൾ നമ്മളാണ് അവരോട് പറഞ്ഞത് ഞങ്ങൾ വന്നതിന് ശേഷം വന്നിട്ടുണ്ട്. പക്ഷെ അവള് ഭയങ്കര അത്ര ഡിലേ ആവുമെന്ന് വിചാരിച്ചില്ല. ഗൈസ്, നമ്മളെ ബർത്ത്ഡേ ഗേൾ അങ്ങനെ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ലൈഫില് ലവ് ലെറ്റർ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ റിക്തമായിട്ടുള്ള കാർഡ് ഫസ്റ്റ് ടൈം ആണ്. അത് ഹാപ്പി മെയ്ഡ് മൈ ഡേ. ഈ സങ്കടം വരുന്നേ അറിയില്ല. ഞങ്ങൾ ഈ ബർത്ത്ഡേ ഗിഫ്റ്റ്സ് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 9-10 വർഷമായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് സ്പെഷ്യൽ ആക്കാനും ശ്രമിക്കാറുണ്ട്. നമുക്കെല്ലാവർക്കും നമ്മളെ ലൈഫിലെ പ്രിയപ്പെട്ടതായിട്ട് കുറച്ച് പേരുണ്ടാവില്ലേ. അതുപോലെ എനിക്ക് എൻ്റെ ലൈഫിൽ പ്രിയപ്പെട്ടതായിട്ടുള്ളവരാട്ടോ ഇവർ 2 പേരും. ഞങ്ങൾക്ക് ഈ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവം കേട്ടോ. കാരണം ഈ ഗിഫ്റ്റ്സൊക്കെ കിട്ടുകയെന്ന് പറയുന്നത് എല്ലാവർക്കും കുറച്ച് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ പലർക്കും അങ്ങനെ കിട്ടാറില്ല എന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇവിടെ ഏത് ദൂരത്തായാലും ശരി നമുക്കെല്ലാവർക്കും നമ്മുടെ 3 പേരുടെ ബർത്ത്ഡേ എന്നും ട്രീറ്റ് ചെയ്യണം എന്നുള്ളത്. ശരിക്കും പറയാനുണ്ടെങ്കിൽ അതൊരു അടിപൊളി സംഭവമാണ്. കാരണം നമ്മളില്ലാതെ നമ്മളെ ബർത്ത്ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുന്നത് നല്ലതല്ലേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു,
ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ വൈഷ്ണവി, ഹാപ്പി ബർത്ത്ഡേ. സോറി, നമുക്കപ്പം ആൽഫ്രഡോ പാസ്ത ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മള് ഹസ്തോന്ന് ഇറങ്ങി. ഇനി നെക്സ്റ്റ് നേരെ നമ്മൾ വൈഷ്ണവ ട്രീറ്റിന് വേണ്ടിയിട്ട് പോവാണ്. എനിക്കറിയില്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്ന്. ഐ ഹോപ്പ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കിട്ടാൻ ഞാൻ വൈഷ്ണവ ട്രീറ്റ് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. മസാല ഷവായ കഴിക്കണം. ഗൈസ്, നെക്സ്റ്റ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കാലിക്കറ്റ് കഫ്റ്റീരിയയിലേക്കാട്ടോ വന്നത്. നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറി കേട്ടോ. കടയിലെ പേര് അറിയില്ല. കുറേ ടൈപ്പ് ഐസ്ക്രീം ഉണ്ട് ഇവിടെ. ഞാൻ അതിൽ നിന്നൊരു കുൽഫിയാണ് എടുത്തത്. അങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി. ബീച്ചിൽ ഞങ്ങൾ കയറിയതും നല്ലൊരു അടിപൊളി മഴ പെയ്തു. അങ്ങനെ മഴയും കഴിഞ്ഞ് ഞങ്ങളിതാ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ബീച്ചിൽ കൂടെ ഇങ്ങനെ നടക്കാൻ. നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് വീണ്ടും വിശക്കാൻ തുടങ്ങി. ഞങ്ങൾ നേരെ പിസാറയ്ക്കോട്ടെ കയറി. അവിടെ ആണെങ്കിൽ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ 50% ഓഫർ ഉണ്ടെന്നറിയാം. നമ്മളെല്ലാവരും ബർത്ത്ഡേ ഗേളിലാണ് ഗിഫ്റ്റ് കൊടുക്കല്. നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ഗിഫ്റ്റ് കിട്ടിയാൽ അങ്ങനെ എപ്പോഴും ബർത്ത്ഡേ ഗേളിന് കിട്ടുമ്പോൾ അവർക്ക് ആ ബർത്ത്ഡേ ഗേളിന് ഗിഫ്റ്റ് കൊടുക്കുന്നവർക്ക് ഗിഫ്റ്റ് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കും. സർപ്രൈസ് ആയിട്ട് അങ്ങനെ വൈഷ്ണുവിൻ്റെ വക ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. ലുക്ക് സോ നൈസ്. നമുക്ക് 2 പേർക്കും സെയിം പൗച്ച്. 2 പേർക്കല്ല 3 പേർക്കും ഒരുപോലത്തെ പൗച്ച്. ഈ ലുക്ക് സോ നൈസ്. ഇതിനകത്ത് ഭയങ്കര ഭംഗിയുണ്ടല്ലേ കാണാൻ. നമുക്ക് അപ്പോൾ ഇത്തവണ എന്തായാലും വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ പിസാറക്കോട്ടയിൽ നിന്ന് പിസയും കഴിച്ച് ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു വ്ലോഗായിട്ട് കാണാം. അതുവരേക്കും ബൈ.